ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഘാന, ബ്രസീൽ ഉൾപ്പെടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് തുടക്കമായി. രാജ്യാന്തര IT കമ്പനിയായ സോഹോ കോർപ്പറേഷന്റെ ഇന്ത്യയിലെ രണ്ടാമത്തെ റെസിഡൻഷ്യൽ IT ക്യാമ്പസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കൊട്ടാരക്കരയിൽ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. ഗോത്രജനതയ്ക്ക് സുസ്ഥിര ബദൽ വരുമാന മാതൃകകളും സംരംഭങ്ങളും വികസിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി ഗോത്രഭേരി ശില്പശാലയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കം. രാജ്യത്ത് കോവിഡ് വാക്സിനുകൾ സുരക്ഷിതവും ഫലപ്രദവുമെന്ന് സ്ഥിരീകരിച്ച് ICMR പഠന റിപ്പോർട്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന 5 രാഷ്ട്രങ്ങളിലെ സന്ദർശനത്തിന് തുടക്കമായി. ആദ്യ പാദത്തിൽ ഘാനയിലെത്തുന്ന അദ്ദേഹം പിന്നീട് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, അർജന്റീന, ബ്രസീൽ, നമീബിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ആഫ്രിക്കൻ യൂണിയനിലും പശ്ചിമ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയിലും ഘാന പ്രധാന പങ്ക് വഹിക്കുന്നതായി ഘാനയിലേക്ക് യാത്ര തിരിക്കുന്നതിന് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഘാന, നമീബിയ എന്നീ രാജ്യങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ ഉഭയകക്ഷി സന്ദർശനമാണിത്. രാജ്യത്തെ കോവിഡ് വാക്സിനുകൾ സുരക്ഷിതവും ഫലപ്രദവുമാണെന്ന് സ്ഥിരീകരിച്ച് ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ, എയിംസ് എന്നിവയുടെ പഠനങ്ങൾ. കോവിഡ് വാക്സിനുകളും പെട്ടെന്നുള്ള മരണങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്നാണ് വിലയിരുത്തൽ. ജനിതക ഘടന, ജീവിതശൈലി, മുമ്പുണ്ടായിരുന്ന രോഗാവസ്ഥകൾ, കോവിഡിന് ശേഷമുള്ള സങ്കീർണതകൾ എന്നിവ ഉൾപ്പെടെ നിരവധി ഘടകങ്ങൾ പെട്ടെന്നുള്ള ഹൃദയാഘാതത്തിന് കാരണമാകാമെന്നും പഠനത്തിൽ പറയുന്നു. ഗോത്രജനതയ്ക്ക് സുസ്ഥിര ബദൽ വരുമാന മാതൃകകളും സംരംഭങ്ങളും വികസിപ്പിക്കുന്നതിന് വനം വകുപ്പിന്റെ ഗോത്രഭേരി ഏകദിന ശില്പശാലയ്ക്ക് തുടക്കമായി. തിരുവനന്തപുരം വനം ആസ്ഥാനത്ത് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന 10 കർമ്മ പദ്ധതികളിലൊന്നാണ് ഗോത്രഭേരി. രാജ്യാന്തര IT കമ്പനിയായ സോഹോ കോർപ്പറേഷന്റെ ഇന്ത്യയിലെ രണ്ടാമത്തെ റെസിഡൻഷ്യൽ IT ക്യാമ്പസ് കൊട്ടാരക്കര നെടുവത്തൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. റോബോട്ടിക്സ്, AI, പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ക്യാമ്പസിൽ ആദ്യഘട്ടത്തിൽ 250 പേർക്ക് ജോലി ലഭ്യമാകും. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു. ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നതായി മെഡിക്കൽ ബുള്ളറ്റിനിൽ അറിയിച്ചു. മെഡിക്കൽ ബോർഡ് ഇന്ന് രാവിലെ യോഗം ചേർന്ന് VSന്റെ ആരോഗ്യനില വിലയിരുത്തി. 7-അംഗ വിദഗ്ധ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ചികിത്സ. കേന്ദ്രമന്ത്രിമാരായ പ്രഹ്ലാദ് ജോഷി, ഹർദീപ് സിംഗ് പുരി എന്നിവരുമായി മന്ത്രി GR അനിൽ കൂടിക്കാഴ്ച നടത്തി. ഓണക്കാലത്ത് കൂടുതൽ അരിവിഹിതം ലഭ്യമാക്കണമെന്നും മുൻഗണനേതര കുടുംബങ്ങൾക്ക് ഓണക്കാലത്ത് അധികമായി 5 കിലോ അരി അനുവദിക്കണമെന്നും അദ്ദേഹം കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടു. ഇപോസ് യന്ത്രങ്ങളുടെ അപ്ഗ്രഡേഷൻ, മണ്ണെണ്ണ വിഹിതം എന്നിവയുടെ നിർദ്ദിഷ്ട സമയപരിധി സെപ്റ്റംബർ 30 വരെ ദീർഘിപ്പിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ജൂൺ മാസത്തെ റേഷൻ വിതരണം ഇന്ന് അവസാനിക്കും. മാസാന്ത്യ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് റേഷൻ കടകൾക്ക് നാളെ അവധിയായിരിക്കും. 4-ാം തീയതി മുതൽ ജൂലൈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കും. കൊല്ലം നഗരമേഖലയിലെ കുടിവെള്ള ദൌർലഭ്യത്തിന് പരിഹാരമാകുന്ന ഞാങ്കടവ് കുടിവെള്ള പദ്ധതി അവസാനഘട്ടത്തിൽ. കൊല്ലം കോർപ്പറേഷൻ നടപ്പാക്കുന്ന പദ്ധതി അടുത്ത വർഷം മെയ് മാസം കമ്മീഷൻ ചെയ്യുന്നതോടെ നഗരത്തിൽ 24 മണിക്കൂറും ശുദ്ധജല ലഭ്യത ഉറപ്പാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. പദ്ധതിയുടെ ഭാഗമായി മണിച്ചിത്തോട്ടിലും വസൂരിച്ചിറയിലും പുതിയ ജലസംഭരണികൾ നിർമ്മിച്ചു കഴിഞ്ഞു. കല്ലടയാറ്റിൽ നിന്നും ജലം പ്രധാന പൈപ്പിലൂടെ വസൂരിച്ചിറയിലെ പ്ലാന്റിലെത്തിച്ച് ശുദ്ധീകരിച്ച് വിവിധ ജലസംഭരണികളിലൂടെ ഗാർഹിക വിതരണ പൈപ്പുകളിലേക്ക് എത്തിക്കും. 1 മണിക്കൂറിൽ ശുദ്ധീകരിച്ചതും 1 ദിവസം ശുദ്ധീകരിച്ചതുമായ ജലത്തിന്റെ അളവ്, ഗുണനിലവാരം തുടങ്ങി എല്ലാ വിവരങ്ങളും നൽകുന്ന ഓട്ടോമേറ്റഡ് സംവിധാനം ഉപയോഗപ്പെടുത്തിയാകും പ്രവർത്തനം. സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്ഥാപിച്ച സയൻസ് സിറ്റിയുടെ 1ാംഘട്ട ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ കോട്ടയത്ത് നിർവഹിക്കും. കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് മുഖ്യാതിഥിയാകും. കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ കോഴായിൽ സംസ്ഥാന സർക്കാർ അനുവദിച്ച 30 ഏക്കർ ഭൂമിയിലാണ് സയൻസ് സിറ്റിയുടെ നിർമ്മാണം. രാജ്യവ്യാപകമായി നടക്കുന്ന വനമഹോത്സവത്തിന്റെ ഭാഗമായി സംസ്ഥാന വനം വകുപ്പ് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി AK ശശീന്ദ്രൻ നാളെ കോട്ടയത്ത് നിർവഹിക്കും. വനസംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. 1950-ലാണ് ജൂലൈ 1 മുതൽ 7 വരെ രാജ്യത്ത് വനമഹോത്സവം ആചരിക്കുന്നതിന് തുടക്കമിട്ടത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ 13 ഷട്ടറുകളിൽ 3 ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെ അടച്ചു. ജലനിരപ്പ് പുതുക്കിയ റൂൾ കർവ് ലെവലായ 136.3 അടിയിലെത്തി. വൃഷ്ടിപ്രദേശത്ത് മഴ കുറഞ്ഞതിനാൽ ഡാമിലേക്കുള്ള നീരൊഴുക്ക് 1703.36 ഘന അടിയായി കുറഞ്ഞു. യാത്രാമധ്യേ അപസ്മാരത്തെ തുടർന്ന് ബോധം നഷ്ടപ്പെട്ട യാത്രക്കാരിയെ KSRTC ജീവനക്കാർ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചു. കോന്നി സ്വദേശിനി നീതുവിനെയാണ് ആശുപത്രിയിലെത്തിച്ചത്. പത്തനാപുരത്ത് നിന്നും സുൽത്താൻ ബത്തേരിയിലേക്ക് പോവുകയായിരുന്ന KSRTC സൂപ്പർഫാസ്റ്റ് ബസ്സിലായിരുന്നു സംഭവം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിന് ഇന്ന് തുടക്കം. ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാമിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 മത്സരം. 5 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനായിരുന്നു ജയം. മൂന്നാം മത്സരം ഈ മാസം 10 നടക്കും. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലും ഇനി സ്മാർട്ട് ലഗേജ് ലോക്കർ സൌകര്യം. സംസ്ഥാനത്തെ രണ്ടാമത്തെ സ്മാർട്ട് ലോക്കറാണിത്. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്. സംസ്ഥാനത്ത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് ശേഷമാണ് സ്മാർട്ട് ലോക്കർ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ സ്ഥാപിച്ചത്. ഒന്നാം പ്ലാറ്റ്ഫോമിൽ ടിക്കറ്റ് കൌണ്ടറിലേക്കുള്ള വഴിയോട് ചേർന്നാണ് 19 അറകളുള്ള ലോക്കർ സ്ഥാപിച്ചിരിക്കുന്നത്. യാത്രക്കാർക്ക് സ്റ്റോർ ബട്ടൺ അമർത്തി സ്വയം പ്രവർത്തിപ്പിക്കാമെന്നതാണ് ലോക്കറിന്റെ പ്രത്യേകത. ഫോൺ നമ്പർ, പേര്, ഇമെയിൽ ID എന്നിവ നൽകി ലോക്കർ തുറക്കാൻ സാധിക്കും. ലോക്കർ തുറക്കുമ്പോഴും വച്ച സാധനം തിരിച്ചെടുക്കുമ്പോഴും OTP നൽകണം. 6 മണിക്കൂറാണ് കുറഞ്ഞ സമയം. നഗരത്തിലെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കൊല്ലം കോർപ്പറേഷനിലേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രതിഷേധക്കാർ പോലീസുമായി ഏറ്റുമുട്ടി. ശബരിമല നട ഈ മാസം 11 തുറക്കും. ഈ മാസം 3 തവണ പൂജകൾക്കായി നട തുറപ്പ് നടക്കും എന്ന അപൂർവത കൂടിയുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. ശബരിമല ക്ഷേത്രത്തിൽ വളരെ അപൂർവമായി മാത്രമാണ് മാസത്തിൽ 2-ലധികം തവണ ക്ഷേത്രം തുറന്നുള്ള പൂജ നടക്കുക. നവഗ്രഹ പ്രതിഷ്ഠ, കർക്കിടക മാസ പൂജ, നിറപുത്തരി എന്നീ ചടങ്ങുകൾക്കാണ് നട തുറക്കുന്നത്. ശബരിമലയിലെ പുതിയ നവഗ്രഹ ശ്രീകോവിൽ പ്രതിഷ്ഠാ ചടങ്ങുകൾക്കായി ഈ മാസം 11 വൈകിട്ട് 5 നട തുറക്കും. കർക്കിടക മാസ പൂജയ്ക്കായി 16 നട തുറന്ന് 21 നടയടയ്ക്കും. നിറപുത്തരി പൂജയ്ക്കായി 29 നട തുറക്കും. ആലപ്പുഴയിൽ മാവേലിക്കര ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലുള്ള ലെവൽ ക്രോസ് നമ്പർ 16 മടത്തുംപടി ഗേറ്റ് ഇന്ന് വൈകിട്ട് 6 മണി മുതൽ നാളെ രാവിലെ 6 മണി വരെ അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടും. വാഹനങ്ങൾ മറ്റുവഴി പോകണമെന്ന് അധികൃതർ അറിയിച്ചു. മേരാ യുവഭാരത് സംഘടിപ്പിക്കുന്ന മൻ കി ബാത്ത് താലൂക്ക് തല മത്സരങ്ങളുടെ 1ാം ഘട്ടം ഈ മാസം 5, 6 തീയതികളിൽ സംഘടിപ്പിക്കും. താലൂക്ക് തല വിജയികൾക്ക് ആഗസ്റ്റ് 15 ന്യൂഡൽഹിയിൽ നടക്കുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാനും ചരിത്രപ്രധാന സ്ഥലങ്ങൾ സന്ദർശിക്കാനും അവസരം ലഭിക്കും. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം 2013ന്റെ ഭാഗമായി കൊല്ലത്ത് നടപ്പാക്കുന്ന പദ്ധതികളുടെ പ്രവർത്തനം വിലയിരുത്താൻ ഭക്ഷ്യ കമ്മീഷൻ ചെയർപേഴ്സണും ഉദ്യോഗസ്ഥരും വാടി, തങ്കശ്ശേരി മേഖലകളിലെ അങ്കണവാടികൾ, സ്കൂളുകൾ എന്നിവിടങ്ങൾ സന്ദർശിച്ചു. ഉദ്യോഗസ്ഥ സംഘം കുട്ടികളുടെ എണ്ണം വിലയിരുത്തി. കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതി കൂടുതൽ കാര്യക്ഷമമാക്കാൻ കമ്മീഷൻ നിർദ്ദേശം നൽകി. ഇടുക്കി, മൂന്നാർ, ഗുണ്ടുമല ന്യൂ ഡിവിഷനിലെ ജനവാസ മേഖലയിൽ പടയപ്പ എന്ന കാട്ടാന ഇറങ്ങി. പ്രദേശത്തെ കൃഷി നശിപ്പിച്ചതായി നാട്ടുകാർ പറഞ്ഞു. ആന ഇപ്പോഴും ഈ മേഖലയിൽ തുടരുകയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 155 പോയിന്റ് താഴ്ന്ന് 83,539-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 44 പോയിന്റ് കുറഞ്ഞ് 25,497-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 45 രൂപ ഉയർന്ന് 9,065 രൂപയും പവന് 360 രൂപ വർദ്ധിച്ച് 72,520 രൂപയുമാണ് ഇന്നത്തെ വില. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള വിഷയം ചർച്ച ചെയ്യുന്നതിനായി പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ യോഗം ഇന്ന് നടക്കും. BJP MP രാധാ മോഹൻദാസ് അഗർവാളാണ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. സൈബർ കുറ്റകൃത്യങ്ങൾ, പ്രത്യാഘാതങ്ങൾ, സംരക്ഷണം, പ്രതിരോധം എന്ന വിഷയത്തിൽ ചർച്ച നടക്കും. ചെയർമാൻ എന്നതിനു പകരം ചെയർപേഴ്സൺ എന്ന് ഉപയോഗിക്കണമെന്ന് നിർദ്ദേശിച്ച് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര ഔദ്യോഗിക ഭാഷാ വകുപ്പ് സർക്കുലർ പുറത്തിറക്കി. ഭരണരംഗത്ത് ലിംഗ നിഷ്പക്ഷ പദങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നിർദ്ദേശം. മാർ ഇവാനിയോസ് മെത്രാപ്പോലീത്തയുടെ ഓർമ്മ പെരുന്നാളിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കബറിടം സ്ഥിതി ചെയ്യുന്ന പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ വിപുലമായ പരിപാടികളോടെ ഓർമ്മ പെരുന്നാൾ ഈ മാസം 15 വരെ നടക്കും. വിവിധ ഇടങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന തീർത്ഥാടന പദയാത്രകളും ഇതോടനുബന്ധിച്ച് നടക്കും. പത്തനംതിട്ട കോന്നി ആനക്കൂട്ടിലെ കുട്ടിക്കുറുമ്പനായിരുന്ന കൊച്ചയ്യപ്പൻ ചരിഞ്ഞു. 5 വയസ്സായിരുന്നു പ്രായം. ഇന്ന് പുലർച്ചെയാണ് ചരിഞ്ഞത്. മരണകാരണം വ്യക്തമല്ല. 2021 കോന്നി ആങ്ങമൂഴി വനമേഖലയിൽ കൂട്ടം തെറ്റി ഒറ്റപ്പെട്ട ആനക്കുട്ടിയെ തള്ളയാൻ അടങ്ങിയ ആനക്കൂട്ടത്തിൽ തിരികെ ചേർക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിക്കാത്തതിനെ തുടർന്നാണ് കോന്നി ആനക്കൂട്ടിലെത്തിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഘാന, ബ്രസീൽ ഉൾപ്പെടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് തുടക്കമായി. രാജ്യാന്തര IT കമ്പനിയായ സോഹോ കോർപ്പറേഷന്റെ ഇന്ത്യയിലെ രണ്ടാമത്തെ റെസിഡൻഷ്യൽ IT ക്യാമ്പസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കൊട്ടാരക്കരയിൽ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. ഗോത്രജനതയ്ക്ക് സുസ്ഥിര ബദൽ വരുമാന മാതൃകകളും സംരംഭങ്ങളും വികസിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി ഗോത്രഭേരി ശില്പശാലയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കം. രാജ്യത്തെ കോവിഡ് വാക്സിനുകൾ സുരക്ഷിതവും ഫലപ്രദവുമെന്ന് സ്ഥിരീകരിച്ച് ICMR പഠന റിപ്പോർട്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.